ഇപ്പൊ ഭീമയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് അപ്പൊ ഭീമ വേറെ വണ്ടി എടുക്കുന്നു. അവരിങ്ങനെ ഇപ്പം ഈ കേരളത്തിലെ ഏറ്റവും വില കൂടിയ വാഹനം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും വില കൂടിയ വാഹനം താങ്കളുടെ ഒരു കണക്ക്? എൻ്റെ കണക്കിൽ റോൾസ് റോയ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളിലെ ഫാൻറ്റം കളിനെ എനിക്ക് കൊണ്ട് കല്യാണിൻ്റെ കയ്യിലുണ്ട്, ഈ പറഞ്ഞ ഭീമയുടെ കയ്യിലുണ്ട്, അലുക്കാസിൻ്റെ കയ്യിലുണ്ട്. ആ ലെയറിൽ എല്ലാവരുടെ കയ്യിലൊക്കെ ഏകദേശം ഈ പ്രൊഡക്റ്റുകളുണ്ട്. അതാണ് ഏറ്റവും വില കൂടിയ. ഈ ഓരോ ആളുകളും ഇപ്പോൾ വാഹനങ്ങൾ ചേഞ്ച് ചെയ്യുവാണല്ലോ. ഇപ്പൊ ഭീമയുടെ അടുത്തുനിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ ഭീമയുടെ അടുത്തുനിന്ന് വാങ്ങി, അത് 25,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അപ്പൊ ഒട്ടും ഓടിയിട്ടില്ല. അപ്പൊ അവരൊരു ആഗ്രഹത്തിൽ മാത്രം എടുക്കുന്നതായിരിക്കും. അതൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഈ വാഹനം നമ്മൾ ഈ ലക്ഷറി കാറുകളിൽ കാണാത്തൊരു സംഭവം ഇതിൻ്റെ സേഫ്റ്റിയാണ്. അവർ ഏറ്റവും കൂടുതൽ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളിലായിരിക്കാം. അപ്പോൾ അതിൽ സേഫ്റ്റി വലിയ, അവിടെ ജീവൻ അത്രയും വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതും കൂടിയാണ് സത്യത്തിൽ ഇതിൻ്റെ ഘടകം. പിന്നെ നല്ല രീതിയിൽ ടാക്സ് അടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വിത്ത് GST ബില്ലോട് കൂടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ ബെൻഡൊക്കെ നമ്മളെടുത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ താങ്കൾക്കും അത് ഞങ്ങൾ തരുന്ന ബില്ല് വെച്ചിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവം എത്തിക്കട്ടെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്. എല്ലാ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ എന്ന് വാഹനത്തോടുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യാം, ലോങ് ഡ്രൈവ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണൽ വിഷമം വന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു കാർ ഓടിച്ചു കൊണ്ടുപോകും. ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വളരെ എന്താ പറയുക, ചിന്ത വരില്ലേ? അല്ല, അതൊരു 350 ആയത് 6 സിലിണ്ടർ വെഹിക്കിളായിരുന്നു. നമ്മളത് ആ പവർ എടുത്ത് ഓടിച്ച് വരുന്ന അതിലൂടെ ഒരു റിലാക്സേഷൻ പലർക്കും പല രീതിയിലാവാം കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഓർത്തോ ഡോക്ടേഴ്സ് എന്താണ് അതിൻ്റെ സൈക്കോളജി എനിക്കറിയില്ല, അവർ ഇതുപോലെ സ്പോർട്സ് കാറിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഡ്രൈവിങ് ആസ്വദിക്കുന്നവരാണ്. അല്ലെങ്കിൽ കോഫി ഡ്രൈവിങ്. ഇപ്പോൾ അത് ഭാഗമായിട്ട് പറയാം, ഞങ്ങളിപ്പോൾ പുതിയൊരു റോയൽ ഡ്രൈവ് കഫേ എന്നുള്ള കൺസെപ്റ്റ് തിരുവനന്തപുരം ഷോറൂമിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അല്ല, ഇതൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ്, കോഫിയും വാഹനവും ഡ്രൈവിങ്ങും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞങ്ങളൊരു ഹാങ് ഔട്ട് പ്ലേസ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ വാഹനം. അതെ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ ഏറ്റവും വില കൂടി ഈ വാഹനമാണ്. ഏറ്റവും വില കൂടിയ വാഹനം ഇവിടെ കിടക്കുന്നത്. അതൊന്നുള്ളത് യൂസുഫ് അലിക്കാരുടെ അടുത്ത്, ഒന്നിപ്പം റോയൽ ഡ്രൈവിലാണ്. തീർച്ചയായിട്ടും. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ഒന്ന് ഇതിന്റെ ഇപ്പൊ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിപ്പോ ഒന്ന് ഇപ്പോൾ അദ്ദേഹമൊക്കെ അത്രയും വാഹനം കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഒരു നെയിൽ സ്ക്രാച്ച് പോലും വാഹനത്തിലില്ല. ഇന്റീരിയർ ഇതൊരു പുതിയ കാറിൻ്റെ അതേ ഒരു ലെവലിലാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഇതിൻ്റെ കംഫർട്ടാണ് ഇതിൻ്റെ ഇത്. പിന്നെ SUV ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രാക്ടിക്കലാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ആളുകളൊക്കെ ഇപ്പോൾ റോൾസ് റോയ്സ് തൊട്ട് ലംബോർഗിനി വരെ SUV ഇറക്കി. ഇപ്പോൾ ഉറൂസ് വന്നു, ഇപ്പോൾ വൃത്തിയെടുത്ത കാർ അതായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. ഇത് എല്ലാ ടെറയിലും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ മറ്റേത് നമ്മളൊരു വെള്ളം കാണുമ്പോൾ വണ്ടി അയ്യോ വെള്ളം, റോഡിൽ വെള്ളം, അല്ലെങ്കിൽ റോഡ് കുറച്ച് മോശമാകുമ്പോൾ ഇതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അൾട്ടിമേറ്റ് ലക്ഷറി ആണ്. ഇതിന് മുകൾക്കുള്ള സ്പീഡ് എത്രയാണ് ഏറ്റവും? ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 300 പ്ലസ് 300 സംതിങ് ഉണ്ട്. വണ്ടി ഇത് എടുക്കും, സ്പീഡൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ റോഡിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്പീഡിൽ പോകാൻ പറ്റണം ഈ റോഡ്. തീർച്ചയായിട്ടും. നമുക്ക് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ ഉപയോഗിക്കും. ബോറോൺ അയൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റീലാണ് ഇതിൽ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് സ്ട്രോങ്ങർ ദാൻ 4 ടൈം അയൺ ആണ്. അതിൻ്റെ വെയിറ്റ് അയണിനേക്കാൾ 4 പ്രാവശ്യം കുറയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്ററൊക്കെ നിർമ്മിക്കുന്നത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ. അപ്പോൾ അത്തരം നിർമ്മിതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ 99% ആണെങ്കിൽ ഇപ്പോൾ ബെൻഡേഗ പോലെയൊക്കെ 80% ഉണ്ടാവും. നോർമൽ ഒരു ലക്ഷറി കാറിൽ തന്നെ അതൊരു 40-50% ഈ ബോറോൺ സ്റ്റീലായിരിക്കും. അപ്പോൾ അത് ഏത് ഏരിയയിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടായാലും ഈ പാസഞ്ചർ എന്നുള്ള ഭാഗം 100% സേഫ് ആയിരിക്കും.
അത് അവർ പ്രൂവ് ചെയ്തതാണ്, വേൾഡിൽ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഇത്തരം പണക്കാർ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. പുറമെന്ന് കാണുന്ന ആളുകൾ കരുതും ഇതൊരു സിമ്പിൾ ഓഫ് സ്റ്റാറ്റസ് ആണ്, പക്ഷെ അതിലപ്പുറം അവർ കൊടുക്കുന്നത് സേഫ്റ്റി, പിന്നെ നേരത്തെ പറഞ്ഞ കംഫർട്ട്. അവർക്ക് എല്ലാ യൂസുഫലി സാറിനൊരു ഇന്റർവ്യൂ പറഞ്ഞു എൻ്റെ വിശ്രമം ഖബറിലാണെന്ന് പറഞ്ഞു. അവർ ഇപ്പോൾ 70 വയസ്സായാലും നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഓണ്ടർപ്രണേഴ്സൊക്കെ ഒരു 65 മുകളിലുള്ളവരാണ്. അവരിപ്പോഴും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്നു. നമുക്കറിയാം ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രാവൽ എന്ന് പറയുന്നത് ഒരു പെയിനാണ്. അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെയും അവരുടെ ലൈഫിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനേക്കാൾ തിരക്കുള്ള ദിവസം അടുത്ത ദിവസം. അപ്പോൾ ആ ബിസി ഷെഡ്യൂളിൽ അവർക്ക് അവരുടെ കംഫേർട്ട് നിർബന്ധമാണ്. അപ്പോഴാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി അവർക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ വാഹനമൊക്കെ എല്ലാവരും സ്വന്തമാക്കട്ടെ അല്ലേ? അതെ. ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ്. ഇത് ഓൾറെഡി ഇപ്പോൾ നമുക്കിത് ബുക്കിംഗ് ആയി നിൽക്കുകയാണ്, കസ്റ്റമർ ലോൺ പ്രോസസ്സിലാണ്. ഇത് എന്ത് വില വരുന്നതാണ്? ഇത് ഏകദേശം 1 കോടിയുടെ അടുത്താണ് ഇതിന്റെ പ്രീ ഉണ്ട്. 2022 മോഡൽ. ഇതൊരു ക്യാരവാൻ സംവിധാനം പോലത്തെ സീറ്റിംഗ് ഒക്കെ ആണല്ലോ. അതെ. ചെയർ കാലൊക്കെ അല്ലേ? കാരവൻ ഇപ്പൊ നമ്മളെ കയ്യിൽ 2 ഉണ്ട്. ഒന്ന് നമ്മുടെ പൃഥ്വിയുടെ കാരവൻ ഉണ്ട്, അത് നമ്മളെ കയ്യിലുണ്ട്. അത് ഇവിടെ പാർക്കിംഗ് ഇവിടെ സൗകര്യം, അത് കേരള നിർത്തിയില്ല. പിന്നെ ഒരു ടയോട്ടയുടെ ഹയാസ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, ഇതേപോലെ കാരവനായിട്ട് ചെയ്യുന്നത്. 2 വാഹനങ്ങളുണ്ട്. എപ്പോഴും ഓരോ കാലഘട്ടത്തിലും വാഹനങ്ങളിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവുമല്ലോ അല്ലേ? അതെ. ഓരോ കാലഘട്ടത്തിലും അത് നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ഇത് നല്ല ചോദ്യം. ഇത് ഇപ്പോൾ ഇലക്ട്രിക്കൽ കാറാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞങ്ങൾ വിൽക്കുന്നു വെച്ചാൽ, ഇലക്ട്രിക്കൽ കാറുകൾ വരുമ്പോൾ നമ്മൾ പതിയെ അതിലോട്ട് കയറും. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മളുടെ സ്റ്റോക്ക് വരിക. ഒരിക്കലും ഒരാൾക്കും ആവശ്യമില്ലാത്ത, മാർക്കറ്റിൽ ഡിമാൻഡില്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങി വെക്കേണ്ട ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. കാരണം നമുക്ക് ഞങ്ങളുടെ കസ്റ്റമർക്ക് വേണ്ട വാഹനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ അതേസമയം ഇപ്പോൾ ഒരു ബെൻസിൻ്റെ ഡീലറാണെങ്കിൽ ബെൻസ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്ക് വാങ്ങേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അത്തരം പ്രോബ്ലംസ് ഇല്ല. ഇതിപ്പോൾ ബെൻസിൻ്റെ ഇലക്ട്രിക്കലാണ്. ഇത് EQS 580 പറഞ്ഞാൽ ഇന്ന് വേൾഡിലെ ടെസ്ലയോട് കിടപിടിക്കുന്ന ഏകദേശം 2 കോടിയുടെ അടുത്ത് പുതിയ വില വരുന്ന വാഹനമാണ്. 10,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഒരു ചാർജിങ്ങിന് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഒരു ചാർജിങ്ങിന് കമ്പനി പറയുന്നത് 800 കിലോമീറ്ററാണ്, പക്ഷേ 600 കിലോമീറ്റർ കിട്ടും എന്തായാലും ഓടും. അതായത് ഒരു മനുഷ്യൻ ഒരു ദിവസം എന്തായാലും ഇന്ന് കേരളത്തിൽ 600 കിലോമീറ്ററിന് മേലെ യാത്ര ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ തന്നെ 600 ലഭിക്കുന്ന ഒരു കാറാണത്. 2007 തൊട്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ടായിട്ട് കുറേ വാഹനങ്ങൾ വാങ്ങി വിറ്റു. ആദ്യം വാങ്ങിയ വാഹനങ്ങൾ പലതിലും എനിക്ക് നഷ്ടം വന്നു. കാരണം ഒരു വണ്ടി എനിക്ക് എൻജിൻ പണിയൊന്നും എടുത്ത പിറ്റേ ദിവസം എനിക്കറിയില്ലായിരുന്നു. നമുക്ക് അത്ര അറിവുണ്ട്. പിന്നെ നമ്മളതിന് പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു 16 ആയപ്പോൾ ഞാൻ എൻ്റെ ഒരു നെയ്ബറായ ഒരു വ്യക്തി സനാവുല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഒരു ഷോറൂം കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ കൂടി. ഉദാഹരണം, അത് കഴിഞ്ഞ് അടുത്തൊരു പാർട്ണർ വന്നു. ഇങ്ങനെ ഞങ്ങളൊരു ടീം, ഞങ്ങളെല്ലാവരും പ്രവാസികളാണ്. ഇങ്ങനെയാണ് എനിക്കിതിനെ ഈ ലെവൽ വരെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് ഒത്തിരി യാത്ര ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് താങ്കളെടുത്ത് സംസാരിക്കും തോറും കൂടുതൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ്. നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഒത്തിരി സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ. ഇനി